നമസ്കാരം. ഇന്നിതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര രൂപവുമായി പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനുജ. ആദ്യ വാർത്തയിലേക്ക്. +2 ഫലം പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഹയർ സെക്കൻഡറിയിൽ 78.69%, VHSCയിൽ 71.42% വിജയം. സമ്പൂർണ്ണ വിജയം നേടിയ സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിലെ കുറവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കും. ഹയർ സെക്കൻഡറിയിൽ 3,74,755 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. 2,94,888 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. 78.69% വിജയം. മുൻ വർഷത്തേക്കാൾ 4.2% കുറവ്. സയൻസ് വിഭാഗത്തിൽ 84.84%, ഹ്യൂമാനിറ്റീസിൽ 67.09%, കൊമേഴ്സിൽ 76.11% ഇക്കൊല്ലം വിജയം. 39,242 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും A+ ഗ്രേഡ് ലഭിച്ചു. 63 സ്കൂളുകൾ 100% വിജയം നേടി. സ്കോൾ കേരളയിൽ 40.61%, കലാമണ്ഡലത്തിൽ 100% വിജയം. ഏറ്റവും കൂടുതൽ A+ നേടിയ ജില്ല മലപ്പുറവും വിജയശതമാനം കൂടുതലുള്ള ജില്ല എറണാകുളവുമാണ്. വിജയശതമാനം 78.69%. മുൻവർഷം ഇത് 82.95% ആയിരുന്നു. കഴിഞ്ഞ വർഷവും ഈ വർഷം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4.26%. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 71.42% പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. മുൻ വർഷത്തെ അപേക്ഷിച്ച് 6.97% കുറവാണ് ഉണ്ടായത്. 251 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും A+ നേടി. 12 സ്കൂളുകൾക്ക് 100 മേനി വിജയം. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയത്തിൽ പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന മന്ത്രി വി ശിവൻകുട്ടി. നമ്മൾ സാധാരണ നടപടിക്രമങ്ങളാണ് പാലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒരു നിയന്ത്രണം ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. കുറച്ചുകൂടെ നിലവാരത്തിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഹയർ സെക്കൻഡറി വിഭാഗം സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ജൂൺ 12 മുതൽ 20 വരെ നടക്കും. മെയ് 13 മുമ്പ് ഇതിനായി അപേക്ഷ സമർപ്പിക്കണം. 100% വിജയമുള്ള സർക്കാർ സ്കൂളുകളുടെ എണ്ണം കൂടാത്തത് പരിശോധിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ മന്ത്രി ചുമതലപ്പെടുത്തി. 24 തിരുവനന്തപുരം. യാത്രക്കാർ രണ്ടാം ദിനവും പെരുവഴിയിൽ. കൂട്ടവധിയെടുത്ത ജീവനക്കാർക്കെതിരെ ശിക്ഷാ നടപടി തുടങ്ങി എയർ ഇന്ത്യ എക്സ്പ്രസ്. 30 ജീവനക്കാരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്ക് നോട്ടീസ് നൽകും. എന്നാൽ എയർ ഇന്ത്യയിൽ നഗ്നമായ തൊഴിൽ നിയമലംഘനം നടക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ലേബർ കമ്മീഷണർ ടാറ്റ ഗ്രൂപ്പിന് അയച്ച ഇമെയിൽ പുറത്തുവന്നു. ലേബർ കമ്മീഷൻ മധ്യസ്ഥ ശ്രമം തുടരുകയാണ്. കൂട്ടവധി മുൻകൂട്ടി തയ്യാറാക്കിയ ധാരണ പ്രകാരമെന്ന് വ്യക്തമായതായി എയർ ഇന്ത്യ പിരിച്ചുവിടൽ നോട്ടീസിൽ പറയുന്നു. സ്ഥാപനത്തെ നാണം കെടുത്തിയ നടപടിയാണ് ഉണ്ടായത്. കമ്പനിയുമായുള്ള കരാറിലെ വ്യവസ്ഥകൾ ജീവനക്കാർ ലംഘിച്ചെന്നും അതുമൂലം ആയിരക്കണക്കിന് ജീവനക്കാർ വലഞ്ഞെന്നും നോട്ടീസിലുണ്ട്. പ്രതിഷേധിക്കുന്ന ക്യാബിൻ ക്രൂവിന് പറയാനുള്ളത് കേൾക്കാൻ സന്നദ്ധമാണെന്ന് കമ്പനി CEO ജീവനക്കാർക്ക് അയച്ച ഇമെയിലിൽ പറയുന്നു. അതേസമയം സ്ഥാപനവും ജീവനക്കാരും തമ്മിലുള്ള പ്രശ്നം ഗുരുതരമാക്കിയതിൽ മാനേജ്മെന്റിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തെളിവ് ഇന്ന് പുറത്തുവന്നു. ഡൽഹിയിലെ റീജിയണൽ ലേബർ കമ്മീഷണർ പ്രശ്നത്തിൽ ഇടപെട്ട് മെയ് 3 ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ അയച്ച ഇമെയിലാണ് പുറത്തുവന്നത്. നഗ്നമായ തൊഴിൽ ലംഘനം നടന്നെന്നും പ്രശ്നപരിഹാരത്തിന് മാനേജ്മെന്റ് സഹകരിച്ചില്ലെന്നും ലേബർ കമ്മീഷണർ കുറ്റപ്പെടുത്തി. തെറ്റായ വിവരങ്ങൾ നൽകി കമ്മീഷനെ വഴിതെറ്റിക്കാൻ കമ്പനി ശ്രമിച്ചെന്നും കുറ്റപ്പെടുത്തുന്നു. 24 മുംബൈ. രണ്ടാം ദിവസവും യാത്രക്കാരെ പെരുവഴിയിലാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ പ്രതിഷേധം. സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളിലും ഇന്നും സർവീസ് മുടങ്ങി. UAEയിൽ നിന്ന് വെള്ളിയാഴ്ച വരെയുള്ള കൂടുതൽ സർവീസുകൾ റദ്ദാക്കി. എനിക്ക് ഇന്ന് എൻ്റെ ലീവ് തീരുന്നത് 150 ദിവസം ഇന്ന് തീരുക. അത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോയി ഇറങ്ങാൻ പറ്റത്തില്ല. അവർ റീഫണ്ട് തരാമെന്ന് പറയുന്നു. അത് റീഫണ്ട് തന്നു കഴിഞ്ഞാലും എനിക്ക് അപ്പോഴും പോയി തന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല. കാരണം 7 ദിവസം കഴിഞ്ഞ് ആ പൈസ എനിക്ക് കിട്ടത്തുള്ളൂ. അടുത്ത ടിക്കറ്റ് എടുക്കണമെങ്കിൽ 10-30,000 രൂപ വീണ്ടും വേണം. മുന്നറിയിപ്പില്ലാതെ സർവീസുകൾ രണ്ടാം ദിവസവും റദ്ദാക്കിയതോടെ യാത്രക്കാർ ദുരിതത്തിലായി. വിസ കാലാവധിയും അവധിയും തീരുന്നവർ ഉൾപ്പെടെയുള്ള പ്രവാസികളാണ് ഏറെ വലഞ്ഞത്. തിരുവനന്തപുരം, കണ്ണൂർ, കരിപ്പൂർ, നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിലായി ഇന്നു മാത്രം റദ്ദാക്കിയത് 20-ലധികം എയർ ഇന്ത്യ സർവീസുകൾ. എനിക്ക് നാളെ പോകാനുള്ള ഇത് ഇവർ ഉറപ്പ് തരുമെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് അപ്പോൾ അങ്ങനെ ഉറപ്പ് തരാൻ പറ്റില്ല. എനിക്ക് ഇന്ന് പോയാൽ നാളെ പോയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജോലി പോക്കാണ്. 10:45 ഫ്ലൈറ്റാണ്. എനിക്ക് പോകേണ്ട 7 മണിക്ക് അവിടെ വരണ്ടേ. ഇന്നലെ ക്യാൻസൽ ചെയ്ത പല ടിക്കറ്റുകളും നാളത്തേക്കാണ് റീഷെഡ്യൂൾ ചെയ്തത്. എന്നാൽ സമരം അവസാനിച്ചില്ലെങ്കിൽ ഈ സർവീസുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ലെന്ന് യാത്രക്കാർ പറഞ്ഞു. ചർച്ചയിലൂടെ
പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നീക്കത്തിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. 24 കൊച്ചി. ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവിന് നിയന്ത്രണം. ക്ഷേത്രങ്ങളിൽ അരളിപ്പൂ ഉപയോഗത്തിന് നിയന്ത്രണവുമായി തിരുവിതാംകൂർ മലബാർ ദേവസ്വങ്ങൾ. പ്രസാദത്തിൽ അരളിപ്പൂ ഉപയോഗിക്കുന്നത് വിലക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവിറക്കി. അരളിപ്പൂവിൽ വിഷാംശമുണ്ടെന്ന പരാതികൾ ഉയർന്നതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡുകളുടെ തീരുമാനം. ക്ഷേത്രങ്ങളിൽ നിന്ന് ഭക്തർക്ക് നൽകുന്ന പ്രസാദങ്ങളിലും നിവേദ്യങ്ങളിലും അരളിപ്പൂ ഒഴിവാക്കും. പകരം തുളസി, തെച്ചി എന്നിവ ഉപയോഗിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിർദ്ദേശം നൽകി. ഇത് നാളെ മുതൽ നടപ്പിലാക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നിവേദ്യ സമർപ്പണത്തിലും ഭക്തർക്ക് നൽകുന്ന അർച്ചന പ്രസാദത്തിലും അരളിപ്പൂ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് തീരുമാനിച്ചു. പകരം ക്ഷേത്ര നിവേദ്യ സമർപ്പണത്തിന് പരമാവധി തുളസി, പിച്ചി, മുല്ല, റോസ, ജമന്തി, തെറ്റി എന്നീ പുഷ്പങ്ങൾ ഉപയോഗിക്കണമെന്നും ബോർഡ് തീരുമാനിച്ചു. പൂജയ്ക്ക് മറ്റു പൂക്കൾ ലഭിച്ചില്ലെങ്കിൽ അരളിപ്പൂ തുടർന്നും ഉപയോഗിക്കാം. വിഷാംശം സംബന്ധിച്ച് ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ച ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. അരളിപ്പൂ നിരോധിച്ച് നാളെ തന്നെ ഉത്തരവിറക്കാൻ ദേവസ്വം കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതായി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളിയും അറിയിച്ചു. നിവേദ്യത്തിലും ഭക്തർക്ക് കൊടുക്കുന്ന പ്രസാദത്തിലുമൊക്കെ അരളിപ്പൂ ഉണ്ടാകുന്നത് ദോഷം ചെയ്യും എന്നുള്ളൊരു സാഹചര്യമാണല്ലോ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ ആ സാഹചര്യത്തിൽ മലബാറിലെ ക്ഷേത്രങ്ങളിലും അരളിപ്പൂവിന്റെ ഉപയോഗം നിരോധിക്കുകയാണ്. അത് സംബന്ധിച്ച ഉത്തരവ് നാളെ ഇറങ്ങും. അതിനുവേണ്ട നിർദ്ദേശം ദേവസ്വം കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ചില ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവ് പൂജയ്ക്കോ മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗിക്കാറില്ല. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരുന്നതിനോടൊപ്പം വേനൽ മഴയും സജീവമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴയിൽ ഇന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലും താപനില സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത 5 ദിവസം കൂടുതൽ പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴ ലഭിച്ചേക്കും. വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും വേനൽ മഴ സജീവമാകും. മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണമില്ല. വൈദ്യുത ഉപയോഗം നിയന്ത്രണ വിധേയമാണെന്നും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്നും ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. VA ഗിരീഷ് വിശദാംശങ്ങളുമായി. ഗിരീഷ്, കഴിഞ്ഞ ദിവസം ഉപഭോഗത്തിൽ നേരിയ കുറവ് എന്നതായിരുന്നു കണക്ക്. നിലവിലെ സാഹചര്യത്തിൽ ഒരു നിയന്ത്രണം വേണ്ട എന്നതാണോ തീരുമാനം? അനുജ, കഴിഞ്ഞ ദിവസങ്ങളിലെ വൈദ്യുതി ഉപയോഗം ഇന്ന് ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി. ഈ പരിശോധനയിലാണ് ഇപ്പോൾ പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. 110 ദശലക്ഷം യൂണിറ്റ് ആണ് ഇപ്പോൾ ശരാശരി പ്രതിദിന ഉപയോഗം എന്ന വിലയിരുത്തലുണ്ടായത്. മാത്രമല്ല, പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്തെ വൈദ്യുതി ആവശ്യകതയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. പ്രാദേശിക നിയന്ത്രണങ്ങൾ ഫലപ്രദമാകുന്നു എന്നാണ് യോഗം വിലയിരുത്തിയിരിക്കുന്നത്. പല വൻകിട വ്യവസായ സ്ഥാപനങ്ങളും ഫാക്ടറികളുമൊക്കെ നൈറ്റ് ഷിഫ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് KSEBയുടെ ആഹ്വാനത്തോട് പ്രതികരിക്കാൻ തുടങ്ങി. ഇതിന്റെയൊക്കെ ഭാഗമായി പ്രതിദിനം 117 മെഗാവാട്ട് കുറവ് പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ യോഗം വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി മറികടക്കുന്നതിനോ ഇപ്പോൾ കഴിയും. നിയന്ത്രണ വിധേയമാണ് പ്രതിസന്ധി എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്തേണ്ടതില്ലെന്നും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടതില്ലെന്നുമുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ യോഗം എത്തിച്ചേർന്നിരിക്കുന്നത്. അനുജ, സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ല. തീരുമാനം ഉന്നതതല യോഗത്തിലാണ്. ലോഡ് ഷെഡിംഗ് വേണ്ടതില്ല എന്ന തീരുമാനമാണ് ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ ഉണ്ടായത്. അടുത്ത വാർത്തയിലേക്ക്. തമിഴ്നാട്ടിലെ ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 9 പേർ മരിച്ചു, 12 പേർക്ക് പരുക്കേറ്റു. പടക്ക നിർമ്മാണശാല പൂർണ്ണമായി കത്തി നശിച്ചു. ചെങ്കമൽപ്പട്ടിയിലെ സുദർശൻ ഫയർ വർക്സിലാണ് അപകടം. 10ലധികം മുറികൾ ഇവിടെയുണ്ട്. സ്ഫോടനത്തിൽ 7 മുറികൾ പൂർണ്ണമായും നശിച്ചു. അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും തുടർ സ്ഫോടനങ്ങളുണ്ടായത് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു. രാസവസ്തുക്കൾ തയ്യാറാക്കുമ്പോഴുണ്ടായ ഘർഷണമാണ് സ്ഫോടനത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നിർമ്മാണശാലയിൽ ഒരുക്കിയിരുന്നുവെന്നും ലൈസൻസ് സംബന്ധിച്ച കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പടക്ക നിർമ്മാണത്തിന് ലൈസൻസ് നൽകുമ്പോൾ കൃത്യമായി പാലിക്കേണ്ട നിബന്ധനകളുണ്ട്. ചൂടുള്ള സമയങ്ങളിൽ നിർമ്മാണം പാടില്ലെന്നാണ് നിർദ്ദേശം. ഇക്കാര്യങ്ങളെല്ലാം പാലിച്ചിരുന്നുവെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 24 ചെന്നൈ. കാരക്കോണം മെഡിക്കൽ കോളേജ് കോഴ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്
കുറ്റപത്രം സമർപ്പിച്ചു. CSI സഭാ മുൻ അധ്യക്ഷൻ ധർമ്മരാജ് റസാലം, കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാം എന്നിവരുൾപ്പെടെ 4 പേരാണ് പ്രതികൾ. മെഡിക്കൽ പ്രവേശനത്തിനായി കോഴ വാങ്ങി കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിലാണ് കലൂർ PMLA കോടതിയിൽ ED കുറ്റപത്രം സമർപ്പിച്ചത്. കാരക്കോണം സോമർവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജ് മാനേജ്മെന്റാണ് ഒന്നാം പ്രതി. CSI സഭാ മുൻ മോഡറേറ്റർ ബിഷപ്പ് ധർമ്മരാജ് റസാലം, കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം, സഭാ മുൻ സെക്രട്ടറി TT പ്രവീൺ എന്നിവരും പ്രതിപ്പട്ടികയിലുണ്ട്. 28 പേരിൽ നിന്നായി 7,22,00,000 രൂപ പ്രതികൾ തട്ടിയെടുത്തെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഇതിൽ 3 കോടി രൂപ ഇടവകയ്ക്ക് കൈമാറി. ബാക്കി തുക മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന വികസനത്തിന് ഉപയോഗപ്പെടുത്തി. പരാതി ഉയർന്നതോടെ കേസ് ഒത്തുതീർപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ 6,27,00,000 രൂപ തിരികെ നൽകിയെന്നുമാണ് EDയുടെ കണ്ടെത്തൽ. MBBS സീറ്റ് വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയത് ധർമ്മരാജ് റസാലവും ബെനറ്റ് എബ്രഹാമും ചേർന്നാണെന്നും കുറ്റപത്രം. തട്ടിയെടുത്ത പണം മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയെന്ന പരാതിയിൽ അന്വേഷണം തുടരുമെന്നും ED വ്യക്തമാക്കിയിട്ടുണ്ട്. വിനീത VG, 24, കൊച്ചി. തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുക്കുന്നവരെ കരിക്ക് കൊണ്ട് മർദ്ദിക്കുന്നതായി കൂടുതൽ പരാതികൾ. 2 CPIM പ്രവർത്തകർ ഉൾപ്പെടെ 6 പേരാണ് മർദ്ദനമേറ്റു എന്ന പരാതിയുമായി ഇന്ന് രംഗത്തെത്തിയത്. നേരത്തെ CPIM പ്രാദേശിക നേതാവിനെ പോലീസുകാർ കരിക്ക് കൊണ്ടിടിച്ചത് വിവാദമായിരുന്നു. CI വന്നിട്ട് നമ്മുടെ റൂമിലേക്ക് അവിടെ ഒരു ഷെഡുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങളെ ഈ കരിക്ക് തുണിയിൽ കെട്ടിയിട്ട് നല്ലോണം അടിയായിരുന്നു. ഒരു 5-6 കിട്ടിയിട്ടുണ്ട്. പിന്നെ മോന്താൻ പിടിക്കല്, നെഞ്ചത്തിടി ഒക്കെ ആയിരുന്നു. നമ്മൾ അതിനുള്ള തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അമ്പലപ്പറമ്പിൽ ചെറിയതുണ്ടെങ്കിൽ മാത്രം ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. പിന്നെ ഈ കരിക്കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ള. ഇന്നലെ 20 പേരങ്ങനെ ഉണ്ടായിരുന്നു. ഇവർ 20 പേർക്കും നല്ലോണം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അവിടെ ഗാനമേളയിൽ എന്തോ തർക്കവും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതെന്താണെന്ന് നോക്കാൻ അവിടെ ഇപ്പോൾ പോയതാണ് നമ്മുടെ CPMൻ്റെ 2 പ്രവർത്തകരും. അതുപോലെ തന്നെ ഏകദേശം ഒരു 16 പേരോളം വരുന്ന ആൾക്കാരെ അന്തിക്കാട് സർക്കിള് അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് വണ്ടിയിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ആ പഴയ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് കരിക്ക് ഉൾപ്പെടെ വരുന്ന സാധനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിഭീകരമായ രീതിയിൽ മർദ്ദിക്കുകയാണ് ഉണ്ടായത്. സൂരജ് സജി വിശദാംശങ്ങളുമായി. സൂരജ്, നിലവിൽ പരാതിയുമായി എത്തിയിട്ടുള്ളവരൊക്കെ CPIM പ്രവർത്തകരാണോ? ഇതിലേതെങ്കിലും തരത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അനുജ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്കടക്കം CPM നേതാക്കൾ പരാതി നൽകിയതാണ്. പക്ഷേ ഈ പരാതിയിന്മേൽ ഒരു നടപടിയും ഉണ്ടാകാതെ പോയതാണ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കാൻ കാരണമെന്നുള്ളതാണ് CPM നേതാക്കൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന് നേരെ ഇത്തരത്തിൽ ഈ കരിക്കുപയോഗിച്ചുകൊണ്ടുള്ള അതിക്രൂരമായ മർദ്ദനം നടന്നത്. അതിനുശേഷമാണ് ഈ പരാതിയുമായി ഇവർ രംഗത്തെത്തിയത്. പക്ഷേ ഇന്നലെയും സമാനമായ സാഹചര്യം ആവർത്തിക്കുന്നു. ഒരു ക്ഷേത്രത്തിൽ, ഈ മേഖലയിലെ വെളുത്തൂർ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാനമേള നടന്ന സമയത്ത് ചില തർക്കങ്ങളുണ്ടായി. അങ്ങനെയാണ് 15-ലധികം വരുന്ന ആളുകളെ അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഈ CPM നേതാക്കളടക്കം ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങോട്ടേക്ക് എത്തിയതെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെ അടക്കം 15-ലധികം ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുന്നു. എന്നിട്ട് ഇന്നലെ 2 മണിയോടുകൂടി അന്തിക്കാട് സ്റ്റേഷനോട് ചേർന്ന് തന്നെ പഴയ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അന്തിക്കാട് പഴയ പോലീസ് സ്റ്റേഷൻ. ആ പഴയ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് ഈ മർദ്ദനമുറ നടത്തിയതെന്നുള്ളതാണ് പറയുന്നത്. കരിക്ക് ഉപയോഗിച്ചുകൊണ്ട് കരിക്ക് തുണിയിൽ പൊതിഞ്ഞു കെട്ടി മുതുകിലും നെഞ്ചിലുമെല്ലാം ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിക്രൂരമായ മർദ്ദനം. അതായത് നമ്മൾ ഉൾപ്പെടെ ഈ പരിക്കേറ്റവരെ കാണുകയുണ്ടായി. അവരുടെ മുതുകിലടക്കം ഈ ചതഞ്ഞ പാടുകൾ നമുക്ക് തന്നെ ദൃശ്യമാകുന്ന തരത്തിലാണ് ഈ മർദ്ദനം ഏറ്റിരിക്കുന്നത്. ഇവർ പറയുന്നത് കരിക്കുപയോഗിച്ചാണ് മർദ്ദനം എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിക്കുന്നില്ല. എന്നാൽ പോലും മർദ്ദനമേറ്റ പാടുകളുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ സ്ഥിരീകരിക്കുകയാണ്. അത്തരത്തിൽ അതിക്രൂരമായ മർദ്ദനമാണ് ഇവർക്ക് നേരെ നടന്നിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ 6 പേർ നിലവിൽ ചികിത്സ തേടിയിട്ടുള്ളത്. അതിൽ 2 CPM നേതാക്കളടക്കം ഞാൻ നിൽക്കുന്ന ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അനുജ, തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലാണ് കസ്റ്റഡിയിലെടുക്കുന്നവരെ പോലീസ് കരിക്ക് കൊണ്ട് മർദ്ദിക്കുന്നുവെന്ന പരാതി ഉയർന്നത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. Elance 0% പണിക്കൂലി, 100% സന്തോഷം. Al Muqtadir Jewelry Group, India, UAE. MGM Group of Institutions. സന്ദേശ് ഖലയിലെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള ബലാത്സംഗ പരാതികൾ പരാതിക്കാർ പിൻവലിച്ചു. പരാതിക്ക് പിന്നിൽ BJP നേതാക്കളെന്നാണ് ആരോപണം. BJPക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു.
3 പരാതിക്കാരിൽ 2 പേരാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ ബലാത്സംഗ പരാതി പിൻവലിച്ചത്. പരാതി പിൻവലിച്ച ശേഷം BJPക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പരാതിക്കാർ ഉന്നയിച്ചത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്താനായി പ്രാദേശിക മഹിളാ മോർച്ച നേതാവ് നിർബന്ധിച്ച് ഒപ്പിട്ടുവാങ്ങിയെന്നാണ് വെളിപ്പെടുത്തൽ. പിന്നീട് കടലാസിൽ പരാതി എഴുതി ചേർക്കുകയായിരുന്നുവെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. ദേശീയ വനിതാ കമ്മീഷൻ സംഘം സന്ദേശ് ഗാലി സന്ദർശിച്ച ഘട്ടത്തിൽ പദ്ധതിയുടെ ഭാഗമായി പണം ലഭിച്ചില്ലെന്ന് മാത്രമാണ് താൻ പരാതി അറിയിച്ചതെന്നും ബലാത്സംഗം സംബന്ധിച്ച പരാതി നൽകിയിട്ടില്ലെന്നും പരാതിക്കാരി വെളിപ്പെടുത്തി. പ്രാദേശിക മഹിളാ മോർച്ച നേതാവിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ BJP നേതാവിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പരാതി പിൻവലിച്ചത്. സംഭവത്തിൽ BJPക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. 8ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സന്ദേശ് ഗാലി ഉൾപ്പെടുന്ന ബാസിർഘട്ട് മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കാനാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നീക്കം. 24 ഡൽഹി. ടെസ്റ്റ് ഇന്നും മുടങ്ങി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധത്തെ തുടർന്ന് 7ാം ദിവസവും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി. പലയിടങ്ങളിലും സ്ലോട്ട് കിട്ടിയെങ്കിലും അപേക്ഷകർ എത്താത്തതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ മടങ്ങി. സർക്കുലർ പിൻവലിക്കും വരെ സമരം തുടരാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. തിരുവനന്തപുരം മുട്ടത്തറ പരീക്ഷാ കേന്ദ്രത്തിൽ 21 പേർക്കായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് ഉണ്ടായിരുന്നത്. എത്തിയത് ഒരാൾ. ലിസ്റ്റിൽ പേരില്ലാത്തതിനാൽ അപേക്ഷാർത്ഥി മടങ്ങി. അവർ പറഞ്ഞ് പഴയ ലിസ്റ്റ് എല്ലാം ക്യാൻസൽ ആക്കിയെന്ന് അടുത്ത പുതിയ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇനി പുതിയ ടെസ്റ്റ് എടുക്കണം, പുതിയ ഡേറ്റ് എടുക്കണം, ഇനി ഒന്നേന്ന് ഫീസ് അടയ്ക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ വിദ്യാർത്ഥിക്ക് ഇനി ടെസ്റ്റ് കയറാമുള്ളൂ. പോലീസ് സംരക്ഷണയിലാണ് മുട്ടത്തറയിൽ പരീക്ഷ നടത്താൻ MVD ഉദ്യോഗസ്ഥരെത്തിയത്. ടെസ്റ്റ് റദ്ദാക്കിയതോടെ മടങ്ങിയ ഉദ്യോഗസ്ഥരെ സമരസമിതി അംഗങ്ങൾ ഗേറ്റിൽ തടഞ്ഞു. കാസർഗോഡ് കാഞ്ഞങ്ങാട് നടുറോഡിൽ പായിൽ കിടന്നും പാലക്കാട് പാളയിൽ കഞ്ഞി വിളമ്പിയുമായിരുന്നു സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധം. സർക്കുലർ പിൻവലിക്കും വരെ സമരം തുടരാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. തിങ്കളാഴ്ച 1 ലക്ഷം പേരെ പങ്കെടുപ്പിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉപരോധ സമരം നടത്തുമെന്നും മന്ത്രിയെ വഴിയിൽ തടയുമെന്നും സമരസമിതി അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പാലക്കാടിന് ആശ്വാസമായി കൊടും ചൂടിൽ വലഞ്ഞവരുടെ ഉള്ളു തണുപ്പിച്ച് വേനൽ മഴ എത്തിയിരിക്കുന്നു. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, കൊടും ചൂടിൽ 40 ഡിഗ്രി കടന്നൊക്കെ പല ദിവസങ്ങളിലും പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാദ്യമായി വേനൽ മഴ എങ്ങോട്ട് എത്തിയിരിക്കുകയാണ് ഈ സീസണിൽ. അനുജ, പാലക്കാട്ടുകാർ കാത്തിരുന്ന വേനൽ മഴ എത്തിയിരിക്കുകയാണ്. സിംഹരാജാവ് എഴുന്നള്ളി എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാടധികം ദിവസമായി പാലക്കാട്ടുകാർ കാത്തിരിക്കുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരുന്നു. കാരണം അത്രയധികം ചൂട് സമീപകാലത്തൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പ്രായമായ ആളുകളൊക്കെ പറയുന്ന തരത്തിലാണെങ്കിൽ അവരുടെ ഓർമ്മയിലില്ലാത്ത ചൂടാണ് പാലക്കാട് ഇത്തവണ ഉണ്ടായിരുന്നത്. തുടർച്ചയായ ദിവസങ്ങളിൽ 40-ന് പുറത്തേക്ക് താപനില മാറുന്നു, ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, ജില്ലയിൽ കനത്ത നിയന്ത്രണങ്ങൾ വരുന്നു. ആ തരത്തിലൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെ ജില്ല കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. ജലസ്രോതസ്സുകൾ ഓരോന്നായി നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കൃഷിക്ക് വെള്ളമില്ലാതെ ആളുകൾ പ്രയാസപ്പെടുന്നു. അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ, അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം, ഉയർന്ന ഹ്യൂമിഡിറ്റി, ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിനിടയിൽ നിന്നാണ് ഇന്നിപ്പോൾ ആശ്വാസമഴ എന്നാണ് നമുക്കിതിനെ വിളിക്കാൻ കഴിയുക. വേനൽ മഴ എന്നല്ല, പാലക്കാട്ടുകാർക്ക് വലിയ ആശ്വാസമാണ്. ഞാനിപ്പോൾ ഉള്ളത് കല്ലടിക്കോടാണ്. ഇവിടെ മാത്രമല്ല, മണ്ണാർക്കാട്, പാലക്കാട് നഗരം, ആലത്തൂർ, ചിറ്റൂർ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എല്ലായിടത്തും ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടി നല്ല മഴ കിട്ടി തുടങ്ങുന്നു എന്നുള്ളതാണ് തികച്ചും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, തുടർച്ചയായ ദിവസങ്ങളിൽ എല്ലാ വെതർ സ്റ്റേഷനുകളിൽ നിന്നും ലഭിച്ചിരുന്ന അപ്ഡേറ്റുകൾ 40 ഡിഗ്രി, 41, 42, 43 ഡിഗ്രിയൊക്കെ ആയിരുന്നു പലയിടങ്ങളിലെയും ചൂട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവരുടെ ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത സാഹചര്യം. സാധാരണക്കാരായ ആളുകൾ, വഴിയോര കച്ചവടം നടത്തിയിരുന്ന ആളുകളൊക്കെ വലിയ ദുരിതത്തിലായിരുന്ന ഒരു സാഹചര്യം. നമുക്ക് ആ മഴയുടെ ഫ്രെയിമിലേക്ക് തന്നെ പോകാം. അതാണ് ഏറ്റവും സന്തോഷം കാണാനെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പാലക്കാട്ടുകാർ ഇങ്ങനെ കുറെ ദിവസമായി കാത്തിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അത് കാണാൻ വേണ്ടിയായിരുന്നു. എന്തായാലും അത് സംഭവിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരുന്നതാണ് മെയ് 2ാം വാരം മുതൽ ജില്ലയിൽ നല്ല മഴ ലഭിച്ചു തുടങ്ങുമെന്നുള്ളത്. എന്നാൽ അത്തരത്തിൽ തന്നെ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ഒരു കാഴ്ചയാണിത്. പാലക്കാട് കൊടും ചൂട്, ഉഷ്ണതരംഗ പ്രഖ്യാപനമൊക്കെ നടന്ന ജില്ല കൂടിയാണ്. 40 ഡിഗ്രിയിൽ മുകളിലേക്ക് തുടർച്ചയായി ചൂട് കടക്കുന്നു. ഇപ്പോൾ കൊടും ചൂടിന് ആശ്വാസം
ആശ്വാസമായി അങ്ങോട്ടേക്ക് മഴ എത്തിയിരിക്കുന്നു. ഏതാണ്ട് എല്ലായിടങ്ങളിലും മഴയുണ്ട് എന്ന തരത്തിലേക്കാണ് റിപ്പോർട്ട്. കൊല്ലങ്കോട് നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് നിഖിൽ പ്രമേഷ് പങ്കുവച്ചത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി. പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവന്റെ മൃതദേഹം സംസ്കരിച്ചു. മുംബൈയിലെ ഓഷിവാര ഹിന്ദു ശ്മശാനത്തിൽ വൈകിട്ട് 5:30 സംസ്കാരം. നടൻ തുഷാർ കപൂർ അടക്കം ബോളിവുഡിലെ അടുത്ത സുഹൃത്തുക്കൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് സംഗീത് ശിവൻ മരിച്ചത്. അന്തരിച്ച പ്രശസ്ത ഫോട്ടോഗ്രാഫർ ശിവനാണ് പിതാവ്. ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവൻ, സംവിധായകൻ സഞ്ജീവ് ശിവൻ എന്നിവർ സഹോദരങ്ങളാണ്. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.